രാജ്യം അടിയന്തര സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണിത്. ഏവരും രാജ്യത്തോടൊപ്പവും സൈന്യത്തോടൊപ്പവും ആത്മാർത്ഥമായി നിലകൊള്ളുകയാണ്. ഈ ഘട്ടത്തിലും നമ്മുടെ ഭാവി തലമുറയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് SSLC പരീക്ഷാഫലം സമയബന്ധമായി പ്രഖ്യാപിക്കുന്നത്. SSLC പരീക്ഷ എന്നത് ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ കൂടുതൽ മികവിലേക്ക് കുതിക്കണം. യോഗ്യത നേടാത്തവർ പരീക്ഷയുടെ ആനുകൂല്യം ഉപയോഗിക്കണം. അധ്യാപകർ ഇവർക്ക് വേണ്ട സഹകരണവും നൽകണം. ഇവിടെ ജയവും തോൽവിയില്ല. ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിൽ നിന്ന് ഒന്ന് കടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. എല്ലാവരും ആത്മവിശ്വാസത്തോടെ ജീവിതം എന്ന പരീക്ഷയാണ് നേരിടേണ്ടത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. SSLC, TH, SLC, AH, SLC പരീക്ഷയുടെ മാർച്ച് 2025 റിസൾട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ്. 2025 മാർച്ചിലെ SSLC, THSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 3072 സെൻറ്ററുകളിലായി 4,27,020 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 74 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെൻറ്ററുകളിലായി 3057 വിദ്യാർത്ഥികൾ THSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിൽ 66 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 2025 മാർച്ച് 3 മുതൽ മാർച്ച് 26 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 72 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. ആകെ 9,851 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പരീക്ഷാഫലം പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പരീക്ഷയിലെ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാ ഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഇക്കൊല്ലം വിദ്യാർത്ഥികളുടെ സൗകര്യം മാനിച്ച് SSLC പരീക്ഷാഫലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,020. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.69. കുറവ് 0.19%. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. കഴിഞ്ഞ വർഷത്തെ എണ്ണം 71,831. 10,382 വ്യത്യാസം കാണാം. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 46. വിജയശതമാനം
67.65. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 6. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4. വിജയ ശതമാനം 66.67. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലകൾ പാല, മാവേലിക്കര 100%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 98.28%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം 4115 വിദ്യാർത്ഥികൾ. 4115 4115. കഴിഞ്ഞ വർഷം ഇത് 4934 819 കുറവുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറവുണ്ട്. ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 681. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 675. വിജയ ശതമാനം 99.12%. 4 ഗൾഫ് സെൻറ്ററുകൾ 100% വിജയം നേടിയിട്ടുണ്ട്.